സൗത്ത് ആഫ്രിക്കയിൽ കേപ്പ് ടൗണിൽ തന്നെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന് അറിയപ്പെടുന്ന മുനമ്പ് ഉള്ളത്. അവിടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വാസ്കോഡി ഗാമ കാലുകുത്തിയ സ്ഥലമാണ് ഈ പറയുന്ന കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ അത്ര വലിയൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്, നല്ല ഉയരമുള്ള ലൈറ്റ് ഹൗസ്. അത് പണ്ട് കപ്പലുകൾക്കെല്ലാം ഇപ്പോഴും ദിശയ്ക്ക് വേണ്ടി കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് ഹൗസാണ്. ആ ലൈറ്റ് ഹൗസ് സെൻറ്റ് ക്ലെയർസ് ലൈറ്റ് ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ കയറി നിന്ന് കഴിഞ്ഞാൽ, അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിങ്ങനെ റോഡിലൊക്കെയാണ്, അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏതാണ്ട് ഈ സൗത്ത് ആഫ്രിക്കയുടെ ഒരു നല്ല ഭാഗവും കടലും നമുക്ക് കാണാൻ കിട്ടും. ഈ കടലിൽ രണ്ടും കൂടെ ചേരുന്നത്, രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന ആ ഭാഗം അത് കാണേണ്ടത് തന്നെയാണ്. ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷനും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം ആ വ്യത്യാസം. ഈ സമുദ്രങ്ങൾ കണ്ടാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം. എപ്പോഴും അത് കാഴ്ച തന്നെ എൻ്റെ നിറത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്, അറിയാം. അവിടെ ഒരു ലൈൻ പോലെ വന്ന് ചേരുകയാണ് ഇത് രണ്ടും കൂടെ. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. അവിടെ അതുപോലെ തന്നെ ആ ഈ ഈ ആ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തുള്ള ഒരു വലിയൊരു കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ അതിൽ എല്ലാവരും കയറി പോകും, ഞങ്ങളും കയറും. അത് ചെറിയ ഒരു പാതയിലൂടെ ഇങ്ങനെ പോകണം. അത് പോകുമ്പോൾ അവിടുന്ന് നമുക്ക് ചുറ്റും കാണാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ വിശാലമായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. അങ്ങനെ കയറിപ്പോയപ്പോൾ ആദ്യം ഇതിൻ്റെ കുഴപ്പം മനസ്സിലായില്ല. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ അതിനകത്ത് വലിയ മരങ്ങളൊന്നുമില്ല കേട്ടോ. കാറ്റങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് നിൽക്കത്തില്ല. കാറ്റ് ഒരാളൊരു ബിസ്ക്കറ്റ് എടുത്തിട്ട് അത് ഒടിഞ്ഞു പോയി. ഇത് കാറ്റുണ്ട്. ഞങ്ങൾ പരസ്പരം പിടിച്ചോണ്ടാ പോകുന്നത്, അല്ലാതെ ഇത് നടക്കാൻ പറ്റത്തില്ല. അതുപോലുള്ള കാറ്റാണ്. അത്ര ആ രീതിയിലുള്ള ഒരു കാറ്റ് ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല കേട്ടോ. ആ രീതിയിലുള്ള കാറ്റാണ് അവിടെ കേട്ടോ. അതുകൊണ്ട് അവിടെ മരങ്ങളൊന്നും ഇല്ലാത്തത്. മരങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല അതിനകത്ത് ഒന്നും. അത്രത്തോളം വലിയ കാറ്റാണ്. അത് കണ്ടിട്ട് വളരെ കഷ്ടപ്പെട്ട് തിരിച്ചിറങ്ങി വന്ന ഓർമ്മ എപ്പോഴും എനിക്കുണ്ട് കേട്ടോ. കാരണം അത്രയും കാറ്റ് അനുഭവിച്ചിട്ടില്ല. അത് ആദ്യമായിട്ടാണ്. ലോകത്ത് വേറെ ഒരിടത്തും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ കാറ്റുള്ള ചില സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ ഉള്ള ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിരിക്കും ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയൊക്കെ പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേപ്പ് ടൗണിൽ നിന്ന് നേരെ ഞങ്ങൾ വീണ്ടും പോയിട്ട് ആ കേവൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഈ ഒട്ടകപ്പക്ഷിയുടെ ഫാമുകൾ ഒരുപാടുണ്ട് അവിടെ. ഒട്ടകപ്പക്ഷികളെ വളർത്തുന്ന ഒരുപാട് ഫാമുകളുണ്ട്. ധാരാളം ഫാമുകളുണ്ട് ഒട്ടകപ്പക്ഷികളുടെ. അതിനെ വളർത്തുന്നതാണ്. മാത്രമല്ല അതിൻ്റെ ചില മ്യൂസിയവും ചില ഓരോ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമുണ്ട്. അതൊന്ന് കണ്ടതാണ്, കാഴ്ചയാണ്. അവിടെ ചെന്നപ്പോൾ അതിന് വലിയ വിലയാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ട വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന തടിയങ്ക ഉണ്ടല്ലോ സാമ്പാറിനകത്ത് ഇടാൻ, ആ രീതിയിൽ അത്രയും വലിപ്പമുണ്ട്. നല്ല വെയിറ്റാണ് അതിന്. ഒരു 1.5 കിലോ 2 കിലോയോളം ഭാരം വരും ഈ മുട്ടയ്ക്ക്. ഇതിൻ്റെ തോടുണ്ടല്ലോ നല്ല കട്ടിയാണ്. അത് നമ്മുടെ ഈ തേങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് പൊട്ടിച്ചിട്ട് വെക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ആ തോട് വെച്ച് ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ വളരെ കോസ്റ്റ്ലിയാണത്. അതുപോലെ തന്നെ ഈ ഒട്ടകപ്പക്ഷിയുടെ തൂവൽ, അത് പല കളറിലുള്ള തൂവലുകളുണ്ട്. ആ തൂവൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ബ്രസീലിലൊക്കെ ഉള്ള നർത്തകിമാരുണ്ടല്ലോ, ഒരു കുറച്ച് ചെറിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് അവർ ഈ തൂവലാണ് അതിന് ഉപയോഗിക്കുന്നത്. എപ്പോഴും നൃത്തക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഈ തൂവൽ ഒട്ടകപ്പക്ഷിയുടെ തൂവലാണ്. അങ്ങനെ ഞങ്ങളെ ഈ മ്യൂസിയം ഇതിൽ കണ്ടിട്ട് അവിടുന്ന് സാധനങ്ങൾ നമുക്കൊന്നും വാങ്ങിക്കാനൊന്നും തോന്നത്തില്ല. കാരണം വളരെ വിലയാണ്, വലിയ വിലയാണ് അതിന്. ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. വലിയ വിദേശികളൊക്കെ വന്ന് വലിയ പണക്കാരൊക്കെ ധാരാളം സാധനങ്ങൾ വാങ്ങിച്ചു പോകും. ഈ യാത്രയിൽ ഒരുപാട് സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യത്തില്ല. പിന്നെ കാരണം പണം ഒരുപാട് ചിലവാകും. ആവശ്യമില്ലാതെ അങ്ങനെ ചെയ്യരുത്. കാണാനുള്ള കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഈ ഒട്ടകപ്പക്ഷിയുടെ ഒരു ഫാമിലോട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഈ ഒട്ടകപ്പക്ഷിയുടെ കാലിൽ 2 വിരലേ ഉള്ളൂ കേട്ടോ. സാധാരണ ഉള്ളതുപോലല്ല, 2 എണ്ണേ ഉള്ളൂ. ഇത് ആക്രമിക്കാൻ വരുന്നത് ഈ കാല് കൊണ്ട് തൊഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെങ്ങനെ കിഴിഞ്ഞു പോകും. അതുപോലെ ചെയ്യും. പക്ഷെ അത് പൊതുവേ ഉപദ്രവകാരികളല്ല ഈ സാധനം.
കാരണം ഞങ്ങൾ അതിന് ആഹാരം, അതായത് ഒരു ധാന്യം അവർ തന്ന് കൊടുക്കാനായിട്ട്, അത് കയ്യിലിട്ടിട്ട് കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ വന്ന് കൊത്തി തിന്നുകൊണ്ട് പോയത്. അത് വൈഫിന്റെ കയ്യിലും ഇത് വന്ന് ഇത് ഇട്ട് കൊത്തി തിന്നുകൊണ്ട് പോയി. എന്നിട്ട് ഇത് വന്ന് ഇങ്ങനെ ചേർന്ന് നിൽക്കും. നമുക്ക് അതിനെ കെട്ടിപ്പിടിക്കാം. അതിന്റെ കഴുത്തിൽ ഇങ്ങനെ വലിയ നീളമുള്ള കഴുത്താണ്, അത് കെട്ടിപ്പിടിക്കാം. ഇതിന്റെ മുകളിലിരുന്ന് ഓടി എന്ന ഒരു പരിപാടിയുണ്ട്. ഇതിന് മുകളിൽ ആള് കയറും. ഇതിനകത്ത് ഒരാൾക്ക് കയറാം, കുഴപ്പമൊന്നുമില്ല. അത് സുഖമായിട്ട് കൊണ്ട് ഓടും. അതിനെ ഇങ്ങനെ വട്ടത്തിൽ ഓടുമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഓടുന്നത് ഒരു കാഴ്ചയും കണ്ടിട്ടുണ്ട് അവിടെ. പിന്നെ ഇതിന്റെ മുകളിൽ ഈ മുട്ടയുണ്ടല്ലോ, ഇതിന്റെ മുട്ടയുടെ പുറത്ത് നമുക്ക് കയറി നിൽക്കാം. അങ്ങനെ എൻ്റെ വൈഫിനെ അതിന്റെ ഒരു മുട്ടയുടെ അതിന്റെ മുകളിൽ കയറ്റി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തതാണ്. അത് കാരണം അത്രയും ബലമാണ്, അതിനൊന്നും സംഭവിക്കത്തില്ല ആ മുട്ടയ്ക്ക്. എനിക്ക് തോന്നുന്നു ആ മുട്ട ഉപയോഗിക്കുന്നത് അവിടെ ഉപയോഗിക്കും, അത് വലിയ ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു മുട്ട എടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 പേർക്ക് സൂക്ഷ്മമായിട്ട് കഴിക്കാനുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അത്രത്തോളം വലുതാണ്. പിന്നെ ഈ ജീവി അത് വളരെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബുദ്ധി കുറവാണ്. കാരണം ഈ ശത്രുക്കളെ കാണുമ്പോൾ ഇത് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണലിലോട്ട് കൊണ്ടുപോയുണ്ടല്ലോ, ഇതിന്റെ തല കുത്തി അങ്ങ് പുതയ്ക്കും. അപ്പൊ അതിന് കാണത്തില്ലല്ലോ. അതിന്റെ ധാരണ അത് ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ബുദ്ധി കുറവാണ്. ചെറിയ തല കേട്ടോ. അതിന് ശരീരം പോലുള്ള തല അതിനുള്ള തലയില്ല. വളരെ നീളമുള്ള കഴുത്ത്, അത് ബലമുള്ള കാലുകളാണ്. ഒരു പ്രത്യേകത, ഒരു വലിയ പ്രത്യേകതയുള്ള ജീവിയാണ്. അതിൻ്റെ മാംസം ഉപയോഗിക്കാറുണ്ട്. ഈ ഒട്ടകപ്പക്ഷിയുടെ മാംസം ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗം പോലും കളയാതെ അവരത് യൂസ് ചെയ്യും. അതിൻ്റെ തൂവലുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ വിശറിയൊക്കെ ഉണ്ട്, ആ തൂവല് വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. പിന്നെ നർത്തകിമാർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട്, നൃത്തക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് അരയ്ക്ക് ചുറ്റും ഈ തൂവല് ഇങ്ങനെ കെട്ടാനായിട്ട് അത് മാല പോലെ അങ്ങനെ കെട്ടിയിട്ടുണ്ട്. അത് എടുത്തങ്ങ് ചുറ്റുകയാണ് ചെയ്യുന്നത്. അത് ഉണ്ട്, ധാരാളം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ഭാഗം പോലും അവർ വേസ്റ്റ് ആക്കി കളയാറില്ല. അതിൻ്റെ ബോണുകളും അതിൻ്റെ സ്കെലിട്ടൺ പോലും യൂസ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യത്തിനായിട്ട് കാണാം നമുക്ക്. അപ്പോൾ അത് ധാരാളം ഫാമുകളുണ്ട്. അങ്ങനെ അവിടെ നിറച്ച് ഫാമുകളാണ്. ജോർജ് ടൗണിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് ഇഷ്ടംമാതിരി ഫാമുകളാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ അവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ കോണിയാക്ക് എന്ന് പറയുന്ന മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക ഗ്രേപ്സ് ഉണ്ട്, മുന്തിരി. ആ മുന്തിരി എന്ന് പറയുന്നത് ഇങ്ങനെ വള്ളികളായിട്ട്, നമ്മൾ സാധാരണ മുന്തിരി വള്ളികൾ ഇങ്ങനെ പടർന്നു കിടക്കുന്ന നമ്മൾ കാണുന്നത്, അത് ചെറിയ മുന്തിരിക്കൊക്കെ. പക്ഷെ ഇതിന്റെ പ്രത്യേകത, ഇതൊരു പ്രത്യേക കളറുള്ള ഗ്രേപ്സ് ആണ്. അത് കുറ്റിച്ചെടിയാണ്. അത് ഇങ്ങനെ ഒരുപാടൊന്നും വളരത്തില്ല, നേരെ ചുമ്മാ ഇങ്ങനെ നിൽക്കും. അതിനകത്ത് നിറച്ച് കായകളാണ് ഉള്ളത്. മുന്തിരിങ്ങ ഇഷ്ടമാതിരി. അതങ്ങനെ ഏക്കർ കണക്കിന്, അതായത് ഓരോ ഫാമും അതിൻ്റെ എന്നൊക്കെ പറയുന്ന നമുക്ക് വന്ന 10-500 ഏക്കർ വീതം ഉള്ള ഫാമുകളാണ്. ഇങ്ങനെ വേലി പോലെ, ചെറിയ വേലി, അത് ഓരോരുത്തരുടെ പൊസിഷൻ അറിയിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ വേലിയൊക്കെ കിട്ടിയിട്ട് അതിനകത്ത് ഇതിങ്ങനെ വളർത്തിയേക്കുന്ന നമുക്ക് കാണാം. അത് കിലോമീറ്ററുകളോളം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, കാറിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഇരു സൈഡിലും ഇത് തന്നെ കാണാനുള്ളത് ധാരാളം. അത്രത്തോളം യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ, ആഫ്രിക്കയിൽ നിന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഒരു വരണ്ട ഒരു കാലാവസ്ഥയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതൊരു ബന്ധവുമില്ല അതുമായിട്ട്. ഈ സൗത്ത് ആഫ്രിക്ക ഇത്രത്തോളം പച്ചപ്പുള്ള ഒരു രാജ്യവും വേറെ കാണാൻ കിട്ടത്തില്ല. നമ്മുടെ ഇന്ത്യ കഴിയുണ്ട്, കേരളത്തിനെ കഴിയും പച്ചപ്പുള്ള സ്ഥലങ്ങളാണ് കാണാനുള്ളത്. നല്ല ലാൻഡ്സ്കേപ്പ്, അത് പ്രകൃതി തന്നെ കൊടുത്തേക്കുന്നതാണ് പലപ്പോഴും. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നുമല്ല. അത് അങ്ങനെ അവിടെ കാണേണ്ടതാണ് ആ രീതിയിൽ. ഈ മെക്സിക്കൻ ഗ്രാസ് ഒക്കെ പോലെ തന്നെയുള്ള ഇതൊക്കെ കുന്നും പുറത്ത് അല്ലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വളർന്ന് അത് നല്ലതായിട്ട് കിടക്കുകയാണ്. അത് ആ രീതിയിൽ തന്നെയാണ്. അതിന് പ്രോപ്പർ മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. കാരണം പ്രകൃതി തന്നെ ആ രീതിയിൽ അത് കൊടുത്ത് കനിഞ്ഞ് അനുഗ്രഹിച്ചേക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ ജോർജ് ടൗണും അതേപോലെ കേപ്പ് ടൗൺ, അതേപോലെ തന്നെ ജോർജ് ടൗണും കാണേണ്ടതാണ്. പിന്നെ വഴിയിലെല്ലാം ഒലിവ് മരങ്ങളാണ്. ഒലിവ് മരങ്ങൾ ഇഷ്ടംമാതിരി നിൽക്കുകയാണ്, ഒലിവ് മരങ്ങൾ. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് ഒരിക്കലും പ്രോസസ്സ് ചെയ്ത ആ സാധനം ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഈ കായ്ക്ക് അത്ര ചവർപ്പും കയ്പാണ്.
കേട്ടോ. പിന്നെ നാക്ക് നമ്മളെ സാൻഡ് പേപ്പർ അങ്ങനെ വരച്ച് തേക്കണ്ടായിട്ട് വരും ഇതൊന്നും എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ, അത്രത്തോളം ചവർപ്പാണ്. പക്ഷെ അതിൽ നിന്ന് അവർ അതിൻ്റെ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ കുരു മാറ്റിയതിന് ശേഷം ഉള്ള ഈ ഒലിവ് കായ്കൾ, അത് ലോകം മുഴുവൻ പോകുന്നത് അവിടുന്നാണ്. അത്രത്തോളം ഉണ്ട്. മറ്റ് ചില രാജ്യങ്ങൾ, വേറെ രാജ്യങ്ങളിലും ഉണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, അതേപോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും കൂടുതൽ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇത് വലിയ മരങ്ങളാണ്, ചുമ്മാ റോഡ് സൈഡിലങ്ങ് നിൽക്കുക, നിറച്ച് നിൽക്കുകയാണ്. അത് അവർ പറഞ്ഞു തരുമ്പോൾ മാത്രമേ ഇതുമാണ് ഒലിവെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. 2 ടൈപ്പാണ് ഉള്ളത് കേട്ടോ. ഒന്ന് പച്ച കളറുള്ളതും ഒന്ന് കറുത്ത ബ്ലാക്ക് കളറുള്ളതും ആണ്. രണ്ടും ഈക്വലി ഗുഡാണ് ആ രീതിയിലുള്ള. പക്ഷേ അത് പ്രിസർവ് ചെയ്യണം, എന്നാലേ അത് പ്രോസസ്സ് ചെയ്ത് പ്രിസർവ് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് അവിടെ ഉള്ള വലിയ ഫാക്ടറികളും ഒക്കെ ധാരാളമുണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്. ഇത് ഒന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്.